ആ കല്ലുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചില മേഖലകൾ മുറിവിൻ്റെ മേഖലകളാണ്, അനുഭവങ്ങളുടെ മേഖലയാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ഒത്തിരി യുവതീ-യുവാക്കന്മാർ അന്ന് ബാംഗ്ലൂർ ധ്യാനം നടത്താൻ പോകാൻ തന്നെ പേടിയാണ്. കാരണം എന്നെ ആളുകളോട് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് ഇതാണ്: ബാംഗ്ലൂരിലെ പിള്ളേരൊന്നും ദൈവവചനം സ്വീകരിക്കുകയില്ല, അങ്ങനെ അങ്ങ് നടക്കുക എന്നൊക്കെ. എന്നോട് അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു. ഞാനോർത്ത് ശരിയായിരിക്കും. ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനം നടത്താൻ ചിലപ്പോൾ 500-ലധികം യുവതീ-യുവാക്കന്മാരുണ്ട്. എല്ലാവരും വളരെ താല്പര്യത്തോടെ ഇരുന്ന് തിരുവചനം കേൾക്കുന്നു. ധ്യാനം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഒരു 250 പേര് കാണാൻ നിൽപ്പുണ്ട്. അവരെല്ലാം കണ്ട് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരാളെൻ്റെ അടുക്ക് വന്നു. എനിക്ക് വളരെ പരിചയമുള്ളയാൾ. ഞാൻ ചോദിച്ചെന്താ? ഞാൻ എല്ലാവരും പോകാൻ നോക്കിയിരിക്കായിരുന്നു, അച്ഛനോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു സമയം ഇത്രയും ലേറ്റായി. എന്നാലും പറഞ്ഞ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞിരിക്കെ, നിനക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ. അപ്പോൾ ആളുകളൊക്കെ നോക്കി നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞിരിക്കെ. അവനിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അച്ഛൻ എന്നെ വെറുക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിനക്കെന്താ കുഴപ്പം? നീ നല്ല ആത്മീയതയൊക്കെ ഉള്ളൊരു പയ്യനാണല്ലോ. എന്നിട്ട് പറഞ്ഞു, അല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഒരു സ്വർഗഭോഗിയാണ്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് നരകം തീ ഇറങ്ങി വന്ന് നശിപ്പിക്കുന്ന പാപമാണ്. സോദോം ഗൊമോറ നശിച്ചില്ലേ? എന്നിട്ട് പറഞ്ഞ്, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ച്, ഞാൻ എന്തുമാത്രം ദൈവത്തെ വിളിച്ചു, പക്ഷേ ഈ പാപക്കെട്ടിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം മാറുന്നില്ല. അപ്പം ഞാൻ കുറേ നേരം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാനോട് ചോദിച്ചു. എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, 8ാമത്തെ വയസ്സിൽ ഈ വ്യക്തിക്ക് മനസ്സിൽ മുറിവേറ്റ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ചോദിച്ചു, 8ാമത്തെ വയസ്സിൽ നിനക്ക് എന്തെങ്കിലും മനസ്സിൽ മുറിവേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്? ഒന്ന് ഓർത്തിട്ട് പറഞ്ഞു, ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അതെന്താണ്? തൻ്റെ ഒരു ബന്ധു 8ാമത്തെ വയസ്സിൽ തന്നെ ദുരുപയോഗം ചെയ്തു. ആ ഓർമ്മ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഒരു പാപവിഷം പോലെ. കണ്ടോ, കടിച്ചതാണ്. ഒരു പാമ്പ് കടിച്ച പോലെ. പാമ്പ് കടിച്ചാൽ കടിക്കുന്നവരുടെ ദേഹത്താണ് വിഷം കയറുന്നത്, പാമ്പിൻ്റെ ദേഹത്തല്ല. ഇതുപോലെ ഒരു പാപത്താൽ പരിക്കേറ്റ വ്യക്തിയുടെ ഉള്ളിലൊരു മുറിവ് കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അതൊക്കെ ഓർക്കാൻ നിനക്ക് പറഞ്ഞു? എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ചങ്കിടിക്കാൻ തുടങ്ങും, ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, ഓർക്കുമ്പോൾ എല്ലാവരോടും വെറുപ്പാകും, ആ ബന്ധുമിത്രാദികളോടുകൂടി എനിക്ക് വെറുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ മനസ്സിലെ കല്ല് എന്ന് പറയുന്നത് നിനക്ക് കിട്ടിയ ഈ ഓർമ്മകളും അനുഭവങ്ങളും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിലെ ചില സ്വഭാവ വിശേഷണങ്ങൾ വിട്ടുപോകണമെങ്കിൽ ഈ പാപം എവിടുന്നാണോ നമ്മുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിച്ചത്, ആ വ്യക്തിയെയും ആ സമൂഹത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വതന്ത്രമാക്കണം. എങ്കിലേ അതുമായി ബന്ധപ്പെട്ട പാപം അഴിഞ്ഞു പോകത്തുള്ളൂ. അതോടൊപ്പം പാപഹേതുക്കൾ വലിച്ചെറിയണം, പാപ സാഹചര്യങ്ങളും കൂടെ ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ പാപം പോകത്തുള്ളൂ. മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ നാളെ തിരിച്ചു ചെന്ന് ഈ കള്ളുകൂടിയന്മാരുടെ കൂട്ടത്തിലാണ് ഇരിക്കാൻ പോകുന്നതെങ്കിൽ അവൻ യഥാർത്ഥ അഭിഷേകമുള്ളവനാണെങ്കിൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? ആ കൂട്ടുകാരെ മുഴുവൻ യേശുക്രിസ്തുവിലാക്കിയെടുക്കും. അങ്ങനൊരു ചെറുപ്പക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടു. ബോംബെയിൽ ജീവിക്കുന്നൊരു മലയാളി പയ്യനാണ്. അവൻ്റെ ജീവിതം വളരെ മോശമായിരുന്നു. അങ്ങനെ മോശമായ ജീവിതാവസ്ഥയിൽ അവൻ ജീവിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത്. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഓർത്തു, പാപജീവിതത്തിൽ ഞാനിങ്ങനെ ജീവിക്കുന്നത് ശരിയല്ലല്ലോ. അവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലായി കഴിഞ്ഞ ശേഷം അവൻ ബോംബെയുടെ തെരുവിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ അവൻ പോകാറുണ്ട് കാമാട്ടിപ്പുരയുടെ വാതിൽക്കൽ കൂടെയൊക്കെ. അവിടെ നിന്ന് പെൺപിള്ളേർ എല്ലാവരും കൈകാട്ടി വിളിക്കും, ബാ 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 ബാ.
അങ്ങനെ വിളിച്ച് കയറ്റിയാൽ കുറച്ച് പൈസ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കൂടെ ആ പെൺകുട്ടികൾ താമസിക്കാറുണ്ട്. അവൻ അതിൻ്റെ വാതുക്ക കൂടെ കടന്നു പോയപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ കൈകാട്ടി വിളിക്കുന്നതൊക്കെ കണ്ട് അവൻ്റെ ചങ്ക് തകർന്നു. ഈ പെൺകുട്ടികളൊക്കെ സത്യത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ മാരക പാപങ്ങൾ, അവർ പലരും രോഗികളാണ്, എയ്ഡ്സ് രോഗികളാണ്. ഇവരൊക്കെ ഇങ്ങനെ രോഗം ബാധിച്ച് മരിക്കുകയും രോഗം പരത്തുകയും ചെയ്ത് അങ്ങനെ രോഗം പരന്ന് എത്ര പേര് മരിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ഇവിടെ കയറി വന്നു. ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഞാൻ ഇന്ന പള്ളി ശുശ്രൂഷയ്ക്ക് കയറുന്ന ഒരാൾ, ഞാൻ വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതാ കുറച്ച് പേര് വിളിച്ചു, എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ പോകാൻ തയ്യാറായപ്പോൾ മുറിയിലൊരു കൊട്ട് കേട്ടു. അന്നേരത്തിന് എന്താണ്, അവിടെ തന്നെ ആൾ വന്നിരിക്കുകയാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ചെന്നൈ ഉടനെ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. അവൻ ടെസ്റ്റ് എന്താ ചോദിച്ചാൽ പറഞ്ഞു, അവൻ്റെ ടെസ്റ്റിൽ അവന് എയ്ഡ്സ് രോഗമാണ്. പള്ളി മദ്ബഹായി കയറുന്ന പയ്യൻ, നല്ല ചെറുപ്പക്കാരൻ, ഒരു കുഴപ്പമില്ല. എൻ്റെ കല്യാണാലോചന നാട്ടിൽ വരുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു കല്യാണം കഴിക്കണം. പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞ്, അച്ഛാ, എനിക്ക് പുറത്ത് പറയാൻ പല, ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ പറ്റി ഇങ്ങനെ ഒരു രോഗം എങ്ങനെ കിട്ടി? അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നുള്ള ഇൻ്റർവ്യൂവിന് ബോംബെയിലാണ് പോയത്. കൂട്ടുകാരൊക്കെ പറഞ്ഞും കേട്ടും കിട്ടി അറിവ് വെച്ച് ഞാൻ അവിടെയുള്ളൊരു കൂട്ടുകാരനോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയൊരു സ്ഥലമുണ്ടല്ലോ, ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അവനൊരു തരികിട പാർട്ടിയായിരുന്നു. അവൻ്റെ കൂടെ പോയി. അവൻ പറഞ്ഞു, ചേട്ടാ ഒരു ദിവസമൊന്നും കുഴപ്പമൊന്നുമില്ല, നീ കയറിക്കോളാൻ പറഞ്ഞു. അവൻ അങ്ങനെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് പാപം ചെയ്ത് ആ സമയത്ത് തന്നെ എയ്ഡ്സ് പിടിച്ച്. അവനറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇവൻ വിദേശത്ത് ചെന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ രോഗം അവനുണ്ടെന്ന് അറിയുന്നത്. എന്നിട്ടും രോഗം പുറത്തു വന്നിട്ടില്ല. രോഗം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അവന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ തകർന്ന് ഇടയ്ക്കിടയ്ക്ക് കരയും, പൊട്ടിക്കരയും. മരിക്കാൻ ഭയാച്ച. നാട് വിട്ടാലോ എന്ന് ഞാൻ ഓർക്കുക. വിദേശത്തേക്ക് തിരിച്ചു പോകാനാവില്ല. പക്ഷേ ഈ സത്യം പേരൻസിനോട് പറയാൻ പറ്റിയ ഓർത്തെ, ആ കൊച്ചു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇതുപോലെ തകർന്നത് എങ്ങനെയാ? എയ്ഡ്സ് രോഗബാധിതയായ ഒരു സ്ത്രീ ക്രിസ്തുവില്ലാതെ ഇതാ എവിടെയോ വഴിതെറ്റി ജീവിച്ചതിൻ്റെ അനന്തരഫലം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയത്. ഇനി ഇവൻ ഇച്ചിരൂടെ മനസാക്ഷിയില്ലായിരുന്നവനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവൻ ഈ രോഗം മറച്ചു വെച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനേ? ആ പെണ്ണിനും ആ കൊച്ചിനും എന്ത് വന്നേനെ? എയ്ഡ്സ് വന്നേനെ. അപ്പോൾ അവരുടെ ജീവിതം പോവുകയല്ലേ? അങ്ങനെയും ഉണ്ടായി സംഭവം. ഈ അടുത്ത കാലത്ത് പ്രിയമുള്ളവരെ, ഒരു രോഗിയെ പ്രാർത്ഥിക്കാൻ ഒരു 2 വർഷം മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഞാൻ മെഡിക്കൽ കോളേജ് വാർഡിൽ കയറി. പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു. എന്തായാലും ചെന്ന് കയറി. ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ച് എന്തായാലും ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അവനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആളുകൾ ഈ മരിച്ച സ്ഥലത്ത് വന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എയ്ഡ്സ് രോഗിയാണെന്ന് മനസ്സിലായി. അതോടുകൂടി തന്നെ ഭാര്യയെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഭാര്യ എയ്ഡ്സ് രോഗിയാണ്. കുഞ്ഞിൽ HIV പോസിറ്റീവാണ്. അവൾ ആ ദേശം വിടേണ്ടി വന്നു. അവൾ ആ ദേശം വിട്ടു. അവസാനം എന്നോട് ചോദിച്ചു, എനിക്ക് എവിടെയെങ്കിലും ജീവിക്കാം. ഞാൻ കുറച്ച് പൈസയൊക്കെ എല്ലാം ഇടയ്ക്ക് മാസാമാസം കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞാനൊരു ജോലി കൊടുത്ത സമയത്ത് ഞാൻ ആ ജോലി കൊടുത്തിയ ആളോട് പറഞ്ഞു, നല്ലൊരു ദൈവവിശ്വാസിയൊക്കെ ഉള്ള നല്ല ഒരു ധ്യാനമൊക്കെ കൂടി ആളാണ്. അതുകൊണ്ട് ഞാൻ ആ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ആരോടും പറയരുത്, ഇയാൾക്കൊരു ജോലി കൊടുക്കണം. പ്രിയമുള്ളവർ, ജോലി കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടു. കാരണം പുള്ളിക്ക് ടെൻഷനായി. അബദ്ധത്തിനെങ്ങാനും വായുവിലൂടെ എങ്ങാനും ഇത് പടർന്നെങ്കിലോ ഒന്നും. വായുവിലൂടെ ഒന്നും പടരുകയില്ല. അങ്ങനെ ആ ആളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അവസാനം വേറെ ഏതോ സ്ഥലത്ത് ചെന്നപ്പോൾ അവൾക്കൊരു വീട് ആരോ പണിത് കൊടുത്തു. നമ്മുടെ ക്രിസ്ത്യാനികൾ നാട്ടുകാരെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് പറഞ്ഞു, ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല, വിട്ടു പോകണം. അങ്ങനെ ആ ദേശത്തു നിന്നും അവളെ ഓടിച്ച്. അങ്ങനെ എല്ലാവരിൽ നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട ജീവിതവുമായി ആ പെണ്ണ് പോവുക, ഒരു കുഷ്ഠരോഗിയെ പോലെ. ഓർത്തെ, എവിടെയോ ആരംഭിച്ച ഒരു പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഓരോ വ്യക്തിയെ വേട്ടയാടുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതാ ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള തിന്മയിൽ പെട്ട് ഒരു വ്യക്തി മുറിവേറ്റ് കഴിഞ്ഞാൽ ആ പാപം മറ്റുള്ളവരിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ എവിടുന്നാണോ മുറിവേറ്റത്, മുറിവേറ്റ വ്യക്തിയെയും അതുപോലെ മുറിവേറ്റ സംഭവങ്ങളെയും മുറിവേറ്റ ഓർമ്മകളെയും തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് കുമ്പസാരമെന്ന കൂദാശയിലൂടെ സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, നമ്മെ വേദനിപ്പിച്ച, ഉപദ്രവിച്ച, പീഡിപ്പിച്ച വ്യക്തിയോട് ഉപാധിയില്ലാതെ ക്ഷമിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് പെൺകുട്ടികളാണ്. അനേകം പെൺകുട്ടികൾ പലരിൽ നിന്നും മുറിവേൽക്കുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നും, സ്നേഹിതരിൽ നിന്നും, ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നൊക്കെ മുറിവേൽക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടും തുറന്നു പറയാൻ പറ്റാത്തതിലുള്ള വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ട്. ഈ കല്ലവിടെ കിടക്കുന്നിടത്തോളം കാലം ആ പാപാവസ്ഥയിൽ തന്നെ വീണ്ടും വീണ്ടും ആ വ്യക്തി നിബന്ധിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തി ആ പാപാവസ്ഥയിൽ തന്നെ വീണ്ടും വീണ്ടും നിബന്ധിച്ചുകൊണ്ടിരിക്കും. അതിനൊരൊറ്റ മാർഗം, നമ്മളെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച വ്യക്തികളോടെല്ലാം ഉപാധികൾ കൂടാതെ ക്ഷമിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:14 പറയുന്നത്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഞാൻ ഈ വ്യക്തിയായിട്ട് നല്ല സ്നേഹത്തിലല്ല, ഞാൻ പറഞ്ഞു തന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാ എൻ്റെ നിലപാട്. ദൈവത്തിൻ്റെ എന്നോടുള്ള നിലപാട് എന്നതാ? അപ്പോൾ എന്നായിരിക്കും നിലപാട്? ഞാൻ ഈ വ്യക്തിയോട് എടുക്കാൻ പോകുന്ന നിലപാടാണ്. കർത്താവിൻ്റെ വചനം ഇതാണ്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കുകയില്ല. ഞാൻ ഈ വ്യക്തിയോട് നിലപാട്, തന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ദൈവത്തിന് എന്നോടുള്ള നിലപാട് എന്നായിരിക്കും? തന്നോട് ഞാനും ക്ഷമിക്കാൻ തയ്യാറല്ല. ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ എന്നാ വ്യത്യാസം? ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കുകയില്ല, ദൈവം എന്നോടും ക്ഷമിക്കുകയില്ല. ഞാനും ദൈവവും തമ്മിൽ സ്വഭാവത്തിനായാലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? ദൈവം പൂർണ്ണമായി മനുഷ്യനോട് ക്ഷമിച്ചിരിക്കുന്നു കാൽവറിയിലൂടെ. അതിനു മുമ്പ് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ കാൽവറിയിലൂടെ തെളിയിച്ചു ഞാൻ ക്ഷമിച്ചു എന്ന്. പക്ഷേ ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിച്ചാൽ മാത്രമേ ആ പാപക്ഷമ അനുഭവിക്കാൻ എനിക്ക് സാധിക്കൂ. അപ്പം ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടും കാര്യമില്ല, ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന കാര്യമില്ല. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ നീ മറ്റുള്ളവനോട് നിൻ്റെ മനസ്സുകൊണ്ട് ക്ഷമിക്കാത്തിടത്തോളം കാലം നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പാപക്ഷമ കടന്നു വരികയില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അമ്മയുടെ ഉദരം മുതൽ വിപരീത അനുഭവം കിട്ടിയ ചില പാർട്ടികളുണ്ട്. അങ്ങനെയുള്ള പാർട്ടികൾക്കാണ് യേശുവിനെ ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റുകയില്ല. സുവിശേഷം എന്നൊക്കെ കേൾക്കുന്ന ഒരു തമാശ ആയിട്ടിരിക്കുന്ന ചില യുവതിയുവാക്കന്മാരെ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് എന്നാ പറഞ്ഞാലും ഒന്നും മനസ്സിലാകത്തില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റും. ഇതെല്ലാം ചുമ്മാ ഒരു തട്ടിപ്പ് പരിപാടി. കാരണം എന്താണെന്നറിയോ? അവരുടെ അമ്മയുടെ ഉദരം മുതൽ അവർ മുറിവേറ്റ വ്യക്തികളാണ്, വിപരീത അനുഭവങ്ങളുണ്ടായ വ്യക്തികളാണ്. അങ്ങനെയാണെങ്കിൽ അവരെവിടം തൊട്ട് ക്ഷമിക്കാൻ തുടങ്ങണം? എവിടം തൊട്ട് ക്ഷമിക്കാൻ തുടങ്ങണം? അമ്മയുടെ ഉദരം തൊട്ട് ക്ഷമിക്കാൻ തുടങ്ങണം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഒരു കൊച്ചു കിടക്കുക. അപ്പോഴാണ് ആ അമ്മ അവനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, സത്യത്തിൽ ഈ കൊച്ചിനെ വേണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ടീച്ചർ, നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു കുട്ടി, അവളുടെ ജീവിതത്തിൽ അടിക്കടി ചില രോഗങ്ങൾ അവളെ പിടിപെട്ടുകൊണ്ടിരിക്കും. ഫിക്സ് പോലെയുള്ള രോഗങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ കണ്ട് കുറേ നേരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞു, എത്രയോ നാളായി ഞാനിങ്ങനെ ഈ രോഗത്തിൽ ഇങ്ങനെ കഴിയുന്നു, ഒത്തിരി പ്രാർത്ഥിച്ച് മാറുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഞാൻ ആ പിള്ളേരോടെല്ലാം പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഈ കുഞ്ഞ് ഉണ്ടായപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഉദരത്തിൽ അബോർഷൻ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുണ്ടായപ്പോൾ ഇതിനെ നിങ്ങൾ കളയണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക മാത്രമല്ല, ഞാൻ ഇച്ചിരി മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു.
ആ മരുന്ന് അവളെ എഫക്റ്റ് ചെയ്തില്ല, പക്ഷേ ആ മനോഭാവം അവളെ കാര്യമായി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ടോ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടിയൊരു മുറിവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഗർഭപാത്രം, ആ ഗർഭപാത്രം എന്ന് പറയുന്നൊരു പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിറവേറ്റപ്പെടേണ്ട ഒരു ഇടമാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ പാപവും അവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞിനെയും പരിക്കേൽപ്പിക്കും. നിങ്ങളുടെ കരങ്ങൾ ദൈവം പങ്കുവെച്ച് നൽകുന്ന ഒരു ജീവനെ കയ്യിൽ വഹിക്കാനുള്ള കരങ്ങളാണ്. നിന്റെ കരങ്ങൾ കൊണ്ട് നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിനക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ മുറിവേൽപ്പിക്കും. നിന്റെ ശരീരം മറ്റൊരു വ്യക്തിക്ക് വിശുദ്ധമായ ശരീരം കൊടുക്കാൻ വേണ്ടി ദൈവം തന്നതാ. ദൈവം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്ന, ഭൂമിയിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിന് ഒരു വിശുദ്ധ ശരീരം കൊടുക്കാൻ വേണ്ടി തന്നതാണ് നിന്റെ ഈ ജീവിതം. ഈ ശരീരം പാപഭംഗിലമായി നീ ഉപയോഗിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, ഈ ശരീരം വഴി അടുത്ത തലമുറയിൽ ഒരു വ്യക്തി മുറിവേക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പല പല സ്വഭാവവിശേഷങ്ങളുമുണ്ട്. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, മദ്യാസക്തി, അതുപോലെ അപകർഷതാബോധം, ആർക്കും എന്നെ വേണ്ട എന്ന തോന്നൽ, എന്നെ ഒന്നിനും കൊള്ളുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുണ്ടാകുന്ന കാലം മുതൽ നിങ്ങളുടെ പേരൻസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, വട്ടൻ, കഴുത, നായ, ഇങ്ങനത്തെ ചില വാക്കുകൾ ചില പേരൻസ് ഇങ്ങനെ പിള്ളേരെ വിളിച്ചുകൊണ്ടിരിക്കും. തലയ്ക്ക് വെളിവില്ലാത്തവൻ ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നാ പറ്റും? ഇത് കേട്ട് 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 നിരന്തരം വിപരീതമായ കാര്യങ്ങൾ കേട്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രിയമുള്ളവരെ കയറിക്കൂടുന്ന തെറ്റായ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ സകല കഴിവുകളെയും എത്ര വർഷം കഴിഞ്ഞാലും എന്തു ചെയ്യും? തകർത്തിക്കൊണ്ടിരിക്കും. ഈ ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ചില പിള്ളേരുടെ ഇരിപ്പ് കാണുമ്പം മനസ്സ് മരവിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ആ ഭയങ്കര സുവിശേഷം പറച്ചിലാണ്. അവനിങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾക്ക് ജീവനില്ല, അവൻ്റെ മുഖത്തൊരു എക്സ്പ്രഷനില്ല. ഞാനോർത്ത് ഇവൻ എന്നാ പറ്റി, ഇവനിങ്ങനെ ഈ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നിനും ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ധ്യാനമെല്ലാം കൂടി പോയി കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരന് ഭയങ്കര ഭയം. എന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് അവനിപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോകും. ഞാൻ അവനോട് സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ അവനോട് ആദ്യമേ ചോദിച്ചതാണ്, നിൻ്റെ വീട്ടിലെ സാഹചര്യം എന്തായിരുന്നു? ആ വളർന്നു വന്ന സാഹചര്യത്തിൽ എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ്, കുറ്റപ്പെടുത്തൽ, എപ്പോഴും പഴിചാരൽ, ഏത് കാര്യം ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നവൻ്റെ ഇമോഷണൽ മേഖലകളെല്ലാം എന്തു ചെയ്യാണ്? ഇതാ മറ്റൊരവസ്ഥയിലായി പോയിരിക്കുന്നു, ആരോഗ്യമില്ല, മാനസികാവസ്ഥയിൽ. അതുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഉടമയായി. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഇങ്ങനെയുള്ള മേഖലകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഉപാധികളില്ലാതെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം. ചിലപ്പം മാതാപിതാക്കന്മാരുടെ ചില വാക്കുകൾ നിസ്സാര വാക്കായിരിക്കും. ആ വാക്ക് നമ്മുടെ ആന്തരിക മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ പിതാവിൻ്റെ ചില നിലപാടുകൾ നമ്മുടെ ആന്തരിക മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള തെറ്റായ ചില കാര്യങ്ങൾ ഭവനത്തിൽ നിന്നായിരിക്കാം, മറ്റുള്ള നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ചെറുപ്രായങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ചില ദുരന്തങ്ങൾ, ദുരനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും ഭാരപ്പെടുത്തുകയും വേദനിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച ചില വീഴ്ചകൾ, കൊച്ചു കൊച്ചു വീഴ്ചകൾ, കൊച്ചായിരിക്കുകയല്ല, വലുതെന്ന് നിങ്ങൾ തോന്നുന്ന വീഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധമായിട്ട് പതിഞ്ഞു കിടക്കാതിരിക്കാം. ഈ കല്ലുകൾ നമ്മൾ നീക്കം ചെയ്യണം. എങ്കിലേ കർത്താവിന് നിങ്ങളെ ഈ പാപക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സൗഖ്യം പ്രാപിച്ച് നിർത്താൻ സാധിക്കും. അപ്പോൾ ക്ഷമയുടെ മേഖല വേണം, കുമ്പസാരത്തിൻ്റെ മേഖല വേണം. ഈ രണ്ട് മേഖലകളിൽ നമ്മൾ ആദ്യമായിട്ട് സുഖപ്പെടണം. മൂന്നാമത്തെ ഒരു മേഖല ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എന്താണ്? ഇതാ
മഗ്ദലന മറിയത്തോട് ഈ ദൂതന്മാർ ചോദിക്കുന്നത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അവൾ അന്വേഷിക്കുന്ന ആരെയാ? യേശുവിനെ. ഏത് യേശുവിനെ? ജീവനില്ലാത്ത ക്രിസ്തുവിനെ. അവളുടെ മുമ്പിൽ നിൽക്കുന്നതാരാ? ജീവനുള്ള ക്രിസ്തു. നിങ്ങൾ നോക്കേണ്ടത് ജീവനില്ലാത്ത യേശുവിനെയാണോ നിനക്ക് വേണ്ടത്? ജീവനുള്ള യേശുവിനെയാണ്. ഏതാ വേണ്ടത്? ജീവനുള്ള യേശു. ജീവനുള്ള യേശുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവന് മരണത്തിനപ്പുറത്തും ജീവിതമുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശു ക്രിസ്തു മരണത്തിനപ്പുറത്ത് ജീവിക്കുന്നവനാണെങ്കിൽ ഇന്നും അവൻ നമ്മുടെ കൂടെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ മരണമെന്ന അവസാനത്തെ ശത്രുവിനെയും തകർത്തു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമുക്കിനി മരണമുണ്ടോ? ഉണ്ടോ? ഇല്ല. മരണമില്ല. മരണമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം ഉണ്ടാകണം. മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരമുണ്ടാകണം. അങ്ങനെ ഒരു ശരീരമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ശരീരമുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനസ്സുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ആത്മാവുണ്ടാകണം. അതിനു വേണ്ടി നിൻ്റെ ജീവിതം ക്രിസ്തുവിന് നീ സമർപ്പിക്കണം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പുത്രനായ യേശു തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി തീർന്നു. അവൻ കുരിശുമരണത്തോളം താന്നു. ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. അങ്ങനെയാണെങ്കിൽ നീ ഈ ഇരുന്നാൽ മതിയോ? ഈ നടപ്പ് നടന്നാൽ മതിയോ? ഈ ജീവിതശൈലി പുലർത്തിയാൽ മതിയോ? ക്രിസ്തു അങ്ങനെയായിരുന്നു. നീ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ ജീവിതമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ ജീവിതം നയിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഉയർപ്പിക്കപ്പെട്ടവൻ ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതം സമർപ്പിക്കപ്പെടണം. ഉയർക്കാൻ വേണ്ടി ക്രിസ്തു എടുത്ത നിലപാടുകളുണ്ട്. ശത്രുവിനോട് ക്ഷമിച്ചു. അവൻ കൂടെ നടന്നവരോട് പറഞ്ഞു, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ല. സ്വന്തം വീടന്വേഷിക്കാൻ അവനെ കൊണ്ടായില്ല. സ്വന്തമായൊരു വീടിനെക്കുറിച്ച് അവൻ ഒരിക്കലും അന്വേഷിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ക്രിസ്തു എത്ര വലിയവനാണ്. കാരണം നേരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. സ്വന്തം കാര്യം അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് അവൻ മറ്റുള്ളവൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇനി നിലപാട് ഒരു പാപിനിയായ സ്ത്രീയോടുള്ള നിലപാടെന്നായിരുന്നു. ഒരു പാപിനിയായ സ്ത്രീ വന്ന് നിൽക്കുക. എടുത്ത നിലപാടെന്താ? ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ ഈ നിലപാടാണോ എടുക്കുന്നത്? 5 അപ്പം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കിട്ടി. അവനത് എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ചു കൊടുത്തു. 5000 ഉണ്ടായി എന്നുള്ളത് സത്യം, പക്ഷേ 5 കൊടുത്തത്. നമ്മുടെ കയ്യിലുള്ള 5 നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമോ? നമ്മുടെ കയ്യിലുള്ള 5 നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും? എന്തുമാത്രം നമ്മൾ ഐസ്ക്രീം കഴിച്ചു, എന്തുമാത്രം നമ്മൾ സിനിമ കണ്ടു, പിന്നെ മറ്റേ ബൈക്കിൻ്റെ മൽഗാട് ഊരി വെച്ച്, പഴയ സാധനത്തിൻ്റെ മൽഗാട് മേടിച്ച് വെച്ച്, പിന്നെ ജീൻസ് മേടിച്ചിട്ട് ഇവിടെ ഒരച്ചൊരച്ച് കിഴുത്ത ഉണ്ടാക്കി നമ്മൾ എന്തെല്ലാം സ്റ്റൈൽ ജീവിച്ചു. പിന്നെ ഒരു സൈഡിൽ ഇവിടുത്തെ മുടിയെല്ലാം വെട്ടിക്കളയും, ഇവിടുത്തെ എല്ലാം ഇങ്ങനെ നിൽക്കും. അല്ലേ? ശരിയല്ലേ? എന്തുമാത്രം കാശ്! നല്ല ഒന്നാന്തരം ചുരുണ്ട മുടിയായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു? ഓരോന്നോരോന്ന് പിടിച്ച് നിവർത്തെടുത്തതിന് 10,000-20,000 രൂപയാണ് ചിലവായത്. ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്, ചുരുണ്ടിരിക്കുന്ന മുടി നിവർത്തെടുക്കാനായിട്ട് 25,000-ലധികം രൂപ. അപ്പോൾ ഒരു പുള്ളിക്കാരത്ത് പറയും, എൻ്റെ തിരുമേനി അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ 30,000. നമ്മളിങ്ങനെയൊക്കെ പണം ചെലവഴിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊന്നുമില്ലാത്ത എത്ര പേര്. ഞാനൊരിക്കൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തള്ളയും മകളോട് ഓടിക്കയറി വന്ന പാടെ പുള്ളിക്കാരത്തി എന്നോട് ഒരു ടേപ്പ് റെക്കോർഡർ ഓണാക്കിയ പോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ഇനി ആദ്യം മുതൽ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, എൻ്റെ മകള് BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുക,
സർട്ടിഫിക്കറ്റുകളൊന്നും കിട്ടുന്നില്ല. കാരണം 85,000 രൂപ കൊടുക്കാനുണ്ട്. 85,000 രൂപ അടച്ചാൽ മാത്രമേ, ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ വീട്ടിൽ നിൽക്കുക 1 വർഷമായിട്ട്. അതൊരു സൈഡ്. അപ്പൻ രോഗിയായിട്ട് കിടക്കുകയാണ്. അത് മറ്റൊന്ന്. ഞങ്ങൾക്ക് വീട്ടിൽ വേറെ വരുമാനമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 3ാമത്തെ കാര്യം. പ്രിയമുള്ളവരെ, ഞാൻ ഇത് സത്യമാണോ എന്നറിയാൻ ഒരാളെ അങ്ങോട്ട് വിട്ട്. ആളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എല്ലാം സത്യമാണ്. ഇതിനകത്ത് തീ പുകയുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. വീട്ടിനകത്ത് കാപ്പിയാനത്ത് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഭക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ആ പെങ്കൊച്ചനെ നോക്കിയപ്പോൾ അതിൻ്റെ ചുരിദാറെല്ലാം കീറിയ ചുരിദാർ, കിഴുത്ത വീണ ചുരിദാറാണ്. ഞാൻ പലിശ കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന 5,000 രൂപ ഞാൻ ഇപ്പം തന്നെ അവർക്ക് കൊടുത്തിട്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നീ പോയി വല്ല വസ്ത്രം നല്ലത് മേടിച്ചിട്ടു. ഞാൻ അപ്പം തന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ആ സ്ഥലത്ത് ചെന്നു. അങ്ങോട്ട് കയറാൻ മേലെ മുറ്റം മുഴുവൻ ചെള്ള പിടിച്ച് കിടക്കുക. അവരുടെ നിരാശ മുഴുവനും അതിനകത്ത് പ്രകടമാണ്. മുറ്റം മുഴുവനും കാട് പിടിച്ച് കിടക്കുകയാണ്. അടിയില്ല, പിന്നെ ചെള്ളയും പിടിച്ച് ഇങ്ങനെ കിടക്കുക. വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ കസേരയില്ല. പ്രിയമുള്ളവരെ, ഇരിക്കുന്ന കസേരയുടെ എല്ലാം പ്ലാസ്റ്റിക് പോയതാണ്. എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ട് ഇനി എങ്ങനെ പൊട്ടിപ്പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ഇരുന്നില്ല. അവസാനം ഒരു സെറ്റിയുടെ ഈ തടിയുണ്ടല്ലോ, ഫ്രണ്ടിലത്തെ തടിയാൽ മാത്രം ബാലൻസ് ചെയ്ത് ഞാൻ ഇരുന്നില്ലേ, മോശമല്ലേ? ചുമ്മാ തമാശയ്ക്ക് പോലും അവർ 3 മണിയായപ്പോൾ കയറി ചെന്ന് എന്നോട്, തിരുമേനി എന്നാൽ ഒരു കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. കാരണം എന്താണ്, അവരുടെ അടുക്കളയിട്ട് നോക്കുമ്പോൾ അറിയാം അവിടെയൊന്നും പുകയൊന്നുമില്ല. ഫ്രഷായിട്ടുള്ള പുക പോയ അടുക്കള കണ്ടാൽ നമുക്കറിയരുതും ഇല്ല. അവിടെ മൊത്തം പുകയില്ലാത്ത വീട്, ചുക്കിലിയൊക്കെ പിടിച്ച്. അപ്പൻ ഒരു മുറിയിൽ രോഗിയായി കിടക്കും. ഇത് നിങ്ങൾ പറയും, അയ്യോ അങ്ങനൊരു സംഭവം കേരളത്തിലുണ്ടല്ലേ, ഭയങ്കരമായിപ്പോയി. അങ്ങനെ ഒരു സംഭവം അല്ല പ്രിയമുള്ളവർ, 100 കണക്കിന് സംഭവമുണ്ട്. 100 കണക്കിന്. നമ്മൾ ഓർക്കണം, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മൾ പഠിച്ച സ്കൂളിൽ, നമ്മൾ പഠിച്ച ക്ലാസ്സിൽ, നമ്മൾ നടന്ന സ്ഥലത്ത് ഇത്തരം ചില മനുഷ്യരുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റവൻ്റെ പങ്കാളിയാകാനായിരുന്നു നിങ്ങൾക്ക് പ്ലാനെങ്കിൽ നിങ്ങൾ ഒത്തിരി പള്ളിയിൽ പോയി കാണും, ഒത്തിരി പ്രാർത്ഥിച്ച് കാണും, ഒത്തിരി മെഴുകുതിരി കത്തിച്ച് കാണും. അതൊക്കെ പ്രിയമുള്ളവരെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റവൻ്റെ മാതൃകയും കൂടെ ആ ദേവാലയത്തിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന്, ആ സുവിശേഷത്തിൽ നിന്ന് നീ സ്വീകരിക്കേണ്ടതായിരുന്നു.